ജീവിതം ഒരു സാഹസിക യാത്രയായിരിക്കണം, അല്ലെങ്കിൽ അതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നും ഉണ്ടാവില്ല എന്നാണ് ഹെലൻ കെല്ലർ പറയുന്നത്. പക്ഷേ ചിലപ്പോഴൊക്കെ അതിനൊരു പ്രോപ്പർ വഴിയൊന്നും ഉണ്ടാവില്ല അല്ലേ? നാം തനിയെ തന്നെ ഒരു പാതയുണ്ടാക്കിയെടുക്കണം. ഇന്നത്തെ യാത്ര അതുപോലെ ഒന്നാണ്. ഇത് ഒരു പ്രസിദ്ധമായ ടൂറിസ്റ്റ് സ്പോട്ടൊന്നുമല്ല, പക്ഷേ ഒരു തവണ ഇവിടെ വന്നാൽ വീണ്ടും വീണ്ടും വരാനായി നമ്മെ അട്രാക്റ്റ് ചെയ്യുന്ന എന്തോ ഒരു മാജിക് ഈ സ്ഥലത്തിനുണ്ട്. പിന്നെ ഇവിടെ പ്രോപ്പറായിട്ട് ഒരു പാർക്കിംഗ് പ്ലേസ് ഒന്നും ഇല്ല കേട്ടോ. ലിമിറ്റഡ് ആയിട്ടുള്ള റോഡ് സൈഡ് പാർക്കിംഗ് ആണ് അവൈലബിൾ. വാട്ടർഫാളിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ ആണെങ്കിൽ ഗൂഗിൾ മാപ്പിലും ഇല്ല. സോ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഏകദേശം ഒരു 15 മിനിറ്റ് നമ്മൾ നടക്കണം. ഈ നടപ്പും അത്ര ഈസിയൊന്നും അല്ല കേട്ടോ. കുറച്ച് കയറ്റവും ഇറക്കവും ഒക്കെ ആയിട്ട് ഒരു സ്ലിപ്പറി റോഡാണിത്. അതുകൊണ്ട് തന്നെ പ്രോപ്പർ ഗ്രിപ്പുള്ള ഷൂസ് ധരിച്ച് മാത്രമേ ഇങ്ങോട്ട് വരാൻ പാടുള്ളൂ. ഈ നടപ്പിൻ്റെ ക്ഷീണമൊക്കെ ഒന്ന് കുറയ്ക്കാനായി പ്രകൃതി തന്നെ കുറച്ച് കാര്യങ്ങൾ നമുക്കായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട്. കാടിൻ്റെ ശാന്തതയിൽ പൈൻ ട്രീസും കാട്ടുപൂക്കളും പിന്നെ കാണാൻ ഒരു പെയിൻറ്റിംഗ് ആണെന്നൊക്കെ തോന്നിക്കുന്ന തരത്തിലുള്ള മലകളുമെല്ലാം ഇതിൽ പെടും. ചെറിയൊരു കുന്നും ഇറക്കവും ഒക്കെ താണ്ടി നമ്മൾ എത്തുന്നത് ഈ പാലത്തിൻ്റെ അരികിലോട്ടാണ്. അതിലെ ഒരു കൊച്ചു തോടും ഒഴുകുന്നുണ്ട്. ഇവിടെ വരെ എത്തിക്കഴിയുമ്പോൾ വല്ലാത്തൊരാശ്വാസം തോന്നും. ചെറിയൊരു കാറ്റും തണുപ്പും ഒക്കെ ആയിട്ട് ഇരിക്കാനും വിശ്രമിക്കാനും പറ്റിയൊരിടം. ദൂരെ നിന്ന് വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ടും കേൾക്കാം. അപ്പോൾ തന്നെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം തോന്നും. ഇനി ലക്ഷ്യസ്ഥാനത്തേക്ക് അധികം ദൂരം ഇല്ലെന്ന് മനസ്സിലാവും. അടുത്ത ടാസ്ക് ഈ പടികളൊക്കെ കയറുക എന്നുള്ളതാണ്. അങ്ങനെ നടന്ന് ഫൈനലി നമ്മൾ നമ്മുടെ സ്ഥലത്തെത്തി. സമ്മർ ആയതുകൊണ്ട് തന്നെ ഇവിടെ വെള്ളം കുറവാണേ. പക്ഷേ ഉണ്ടല്ലോ, വേനലിൻ്റെ ചൂടിൽ നിന്നൊക്കെ നമുക്ക് ആശ്വാസം പകരാൻ കാടിൻ്റെ നിഴലിൽ പാറക്കെട്ടുകൾക്കിടയിലൂടെ ഒഴുകുന്ന ഈ വെള്ളച്ചാട്ടത്തിനാവും. പിന്നെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ സൗന്ദര്യം പൂർണ്ണമായി ആസ്വദിക്കാനായിട്ട് ഒരു വിശ്രമ സ്ഥലവും ഇവിടെയുണ്ട്. പിന്നെ പ്രകൃതി ഒരുക്കിയ കുറേ പാറക്കെട്ടുകളും. ഇവിടെ വർഷത്തിലുടനീളം വെള്ളം ഒഴുകുന്നു. അതിനാൽ എല്ലാ സീസണിലും സന്ദർശിക്കാവുന്ന ഒരു സവിശേഷതയും ഈ വെള്ളച്ചാട്ടത്തിനുണ്ട്. ഇവിടെ ഇപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കുറവായതുകൊണ്ട് തന്നെ മുതിർന്നവർക്കൊപ്പം കുഞ്ഞുങ്ങൾക്കും ഇവിടെ ആസ്വദിക്കാനാവും. അങ്ങനെ കട്ടൻ ചായയും സ്നാക്സും ഒക്കെയായി ഏറ്റവും പ്രിയപ്പെട്ടവരുടെ കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് വീണ്ടും തിരികെ വരണമെന്ന് മനസ്സിൽ ഉറപ്പിച്ച് അവിടെ നിന്ന് വിട പറഞ്ഞു.